നമസ്കാരം. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. ഇന്ത്യ മുന്നണിയുമായി ചേരാതെ മമത ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് മമതയുടെ അതിമോഹമെന്നും ഇത് BJPക്ക് കുറി ബംഗാളിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് ബംഗാളിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ബംഗാളിൽ സംഭവിച്ചത്. 2004 ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് 2009 19 സീറ്റുകൾ നേടുകയും 2014 ആയപ്പോഴേക്കും 34 സീറ്റുകൾ വരെ അവർക്ക് നേടുവാൻ സഹായിച്ചു. എന്നാൽ 2019 ആയപ്പോഴത്തേക്കും 34 എന്നുള്ള സീറ്റ് വിഹിതം നേരെ 22ലേക്ക് താഴുകയും ചെയ്തു. ഇതിന് കാരണം BJPയുടെ വളർച്ച തന്നെയായിരുന്നു. BJPക്ക് 2004 ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ 2009 അവർ ആദ്യമായി ബംഗാളിൽ അക്കൗണ്ട് തുറന്നു. 2014 ഒന്നെന്നുള്ളത് 2 സീറ്റായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ BJPക്ക് ഏറ്റവും വലിയ വളർച്ച നേടിയത് 2019 2 സീറ്റിൽ നിന്നും 18 സീറ്റിലേക്കാണ് BJP കുതിച്ചുയർന്നത്. കോൺഗ്രസ് 2004 6 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2009 അവർ അതേ സീറ്റ് തന്നെ നിലനിർത്തി. എന്നാൽ 2014 ആയപ്പോഴേക്കും അവരുടെ 2 സീറ്റുകൾ നഷ്ടപ്പെടുകയും 4 സീറ്റായി ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ വീണ്ടും 2019 ആയപ്പോഴേക്കും 2 സീറ്റുകൾ നഷ്ടപ്പെട്ട് 2 സീറ്റുകൾ മാത്രം അവരുടെ അക്കൗണ്ടിലായി. എന്നാൽ CPMനാണ് ബംഗാളിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. 2004 26 സീറ്റ് ഒറ്റയ്ക്ക് നേടിയ CPM 2009 അവരുടെ സീറ്റ് വിഹിതം 9 ചുരുങ്ങുകയായി. എന്നാൽ 2014 എത്തിയപ്പോഴേക്കും 9 എന്നുള്ളത് 2 സീറ്റായി ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ CPMന് അവരുടെ ബംഗാളിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പായിരുന്നു 2019 ഒരു സീറ്റ് പോലും നേടുവാൻ അവർക്ക് സാധിച്ചില്ല. ബംഗാളിൽ കോൺഗ്രസിന് 2004 ശേഷം വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ CPMന് ഏറ്റവും വലിയ നഷ്ടമാണ് ബംഗാളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംഭവിച്ചത്. ഇതിന് പ്രധാന കാരണം BJPയുടെ കടന്നുവരവ് തന്നെയാണ്. 2014 34 സീറ്റ് നേടിയ TMCയെ പൊട്ടിക്കുവാൻ മമതയുടെ വലം കൈയായ അധികാരി സുവേന്ദുവിനെ BJPയിൽ എത്തിച്ച് 2019 2 സീറ്റിൽ നിന്നും 18 സീറ്റായി മാറ്റുവാൻ BJPക്ക് സാധിച്ചു. BJPയുടെ വളർച്ച ദോഷം ചെയ്യുമെന്ന് മണത്തറിഞ്ഞ മമത കോൺഗ്രസും CPM സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ മിന്നും വിജയം അതോടൊപ്പം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനവും അവരെ അതിൽ നിന്നും മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. അതിനുള്ള പ്രധാന കാരണം ഒറ്റയ്ക്ക് നിന്ന് 30 സീറ്റുകളിൽ കൂടുതൽ നേടുക എന്നുള്ളതും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കൂടുതൽ സീറ്റുകൾ കാട്ടി പ്രധാനമന്ത്രി പദം തട്ടിയെടുക്കുകയും ചെയ്യാമെന്ന അതിബുദ്ധിയായിരുന്നു മമതയുടേത്. എന്നാൽ ഇത് ദോഷം ചെയ്യുമെന്നും BJPക്ക് ബംഗാളിൽ ഗുണം ചെയ്യുമെന്നുമാണ് ബംഗാളിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിലുള്ളത് ബംഗാളിലാണ്. BJPയുടെ വരവോടുകൂടി CPMൽ നിന്നും മുസ്ലിം ആദിവാസി സമൂഹം TMCയിലേക്ക് എത്തുകയും ഹിന്ദു സമൂഹം കൂടുതലും BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. സന്ദേശ് ഗാലി പോലുള്ള വിഷയങ്ങൾ കാരണം സ്ത്രീ വോട്ടർമാർ ഇക്കുറി BJPക്ക് വോട്ട് മറിക്കുമെന്നാണ് പറയുന്നത്. CPM വോട്ട് ശതമാനം ഉയർത്തുമെങ്കിലും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ത്രികോണ മത്സരം കാരണം സാധിക്കില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും മമതയുടെ പ്രധാനമന്ത്രി മോഹം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യതയെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്.